ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് പഴവും കുറച്ച് നട്ട്സും വെച്ചിട്ടാണ്. വളരെ ടേസ്റ്റി, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്നാക്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പാൻ കേക്കിനായിട്ട് ഞാനിവിടെ 3 ചെറിയ സൈസിലുള്ള നല്ല പഴുത്ത റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്, അഥവാ ചിങ്ങമ്പഴം. ചിങ്ങമ്പഴത്തിന് പകരമായിട്ട് നമുക്ക് ഞാലിപ്പൂവനോ ചെറുപഴമോ നല്ല പഴുത്ത് ഉപയോഗിക്കാം. പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു സ്പൂണോ ഫോർക്കോ കൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. പഴം നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. മധുരത്തിനായിട്ട് നമ്മളിവിടെ ചേർക്കുന്നത് ശർക്കരയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ പൊടിച്ച ശർക്കര സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങാൻ കിട്ടും. ശർക്കര ചേർത്ത് കഴിഞ്ഞ് വീണ്ടും സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ശർക്കര ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പഴവും മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. നമുക്ക് മൈദ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആശീർവാദിൻ്റെ ആട്ടയാണ്. ഗോതമ്പ് പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പാല് കുറേശ്ശെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. 1/2 കപ്പ് പാലാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് തിക്കാണ്. അപ്പോൾ വീണ്ടും ഇതിലേക്ക് കുറേശ്ശെ പാൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാൻ കേക്കിൻ്റെ ബാറ്റർ കൂടുതൽ ലൂസായി പോകാൻ പാടില്ല, എന്നാൽ കൂടുതൽ തിക്കായി പോകാനും പാടില്ല. അതിനിടയിലുള്ള ഒരു പാകത്തിൽ വേണം നമ്മൾ കലക്കി എടുക്കാനായിട്ട്. വീണ്ടും പാൽ കുറേശ്ശെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പാൻ കേക്കിൻ്റെ മാവ് കൂടുതൽ ലൂസായി പോകാൻ പാടില്ല, കുറച്ച് തിക്കായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പാല് ചേർത്തിട്ട് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ചില ഗോതമ്പ് പൊടിക്ക് കൂടുതൽ പാല് വേണ്ടി വരും. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് കാഷ്യൂനട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് പൊടിച്ചതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പാൻ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്, കൂടുതൽ ലൂസും അല്ല കൂടുതൽ തിക്കും അല്ലാത്തൊരു പാകത്തിൽ. ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് തടവി കൊടുക്കണം. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 തവി മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ചെറിയൊരു പാൻ കേക്ക് പോലെ ഉണ്ടാക്കിയെടുക്കണം. കുറച്ച് കട്ടി തന്നെ വേണം. ഈ പാനിൽ തന്നെ ഞാനൊരു 3 ചെറിയ പാൻ കേക്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ബാറ്റർ ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാനൊന്ന് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യണം. 3 മിനിറ്റ് കഴിഞ്ഞ് പാൻ്റെ മൂടി മാറ്റി പാൻ കേക്കെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞ് പാൻ കേക്കിൻ്റെ പുറത്തും സൈഡിലും എല്ലാം കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. വീണ്ടും ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ പാൻ കേക്ക് കുക്കായി എൻ്റെ 2 സൈഡ് ഇതുപോലെ ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള പാൻ കേക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈസിയും ടേസ്റ്റിയുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.